എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഷിക്കമരുവിനെയും ടെമരിയാണ് കാണിക്കുക. ഷിക്കമരുവിന് ഇപ്പൊ കുട്ടപ്പനെ കണ്ട് ഒരുപാട് സന്തോഷാവും. തിരിച്ച് കുട്ടപ്പനും അവനെ കണ്ട് നല്ല ഹാപ്പിയാവും. ടെമരിക്കാണെങ്കില് ഇപ്പൊ കുട്ടപ്പന്റെ വളർച്ച കണ്ട് അത്ഭുതപ്പെട്ട് ഇത് കുട്ടപ്പൻ തന്നെയാണോ എന്ന് ഒരു മിനിറ്റ് സംശയിച്ചു പോവും. കുട്ടപ്പൻ ചോദിക്കും, അപ്പൊ നീയാണോ എന്റെ ഓപ്പണന്റ്? അതിന് ഷിക്കമരു കൺഫ്യൂസ്ഡ് ആയിട്ട്, ഞാൻ ഓപ്പണന്റോ? ഞാനൊന്നും അല്ല നിന്റെ ഓപ്പണന്റ്. അത് കേട്ട് ഹൊക്കാക പറയും, നിന്റെ ഓപ്പണന്റ് അത് വാതിലിന് പുറകിലുണ്ട്. കുട്ടപ്പൻ പുറത്തു പോയി നോക്കുമ്പോ അത് മറ്റാരുമല്ല, സാക്ഷാൽ കാക്കാഷി. കാക്കാഷിയെ കണ്ട് ഒരുപാട് സന്തോഷത്തില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആളുടെ അടുത്തേക്ക് എത്തും. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി മാസ്റ്റർ. അതിന് കാക്കാഷി പറയും, നീ ഒരുപാട് വലുതായി പോയി, എനിക്ക് നിന്നെ കണ്ടിട്ടേ മനസ്സിലാവുന്നില്ല. ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സ്വത്തുമണി കുട്ടപ്പനാവട്ടെ ഒരു അഡൾട്ട് ബുക്ക് എടുത്ത് ആളുടെ കയ്യിൽ കൊടുക്കും. അത് കണ്ട് കാക്കാഷിക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷാവും. ജിറയ മാമനാവട്ടെ ആ ഒരു ബുക്ക് കണ്ട് ഇപ്പൊ വായിൽ വെള്ളം ഊറും. അതേ സമയത്ത് കാക്കാഷി ആ ഒരു ബുക്ക് അത് മുഴുവനായിട്ടും വായിച്ച് ഇപ്പൊ സായുജി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകണ്ട് ദേഷ്യപ്പെട്ട് ഇപ്പൊ ഹൊക്കാക പറയും, ബുക്ക് വായിച്ച് രസിക്കേണ്ട സമയമല്ല ഇപ്പോ, നമുക്ക് ഒരുപാട് കാര്യങ്ങള് ഇനിയും ഗ്രാമത്തിനു വേണ്ടി ചെയ്യാനുണ്ട്. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, കാക്കാഷി മാസ്റ്റർ നിങ്ങളാണോ ഇപ്പൊ എന്റെ ഓപ്പണന്റ്? അതൊക്കെ ഞാൻ പറയാം, ഇപ്പൊ നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് സാക്കുറയോട്, നീ ഇങ്ങനെ കൂളായിട്ട് നിൽക്കണ്ട, നീയും കുട്ടപ്പനുമാണ് ഇപ്പൊ എന്റെ ഓപ്പണന്റ്. ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് വരാം ഫൈറ്റ് ചെയ്യാൻ. നിങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് നിൽക്കാനായി കാക്കാഷി പറയും. അതിന് നറൂട്ടോ ഷോക്കായിട്ട്, നിങ്ങളാണോ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഇപ്പൊ കാക്കാഷിയോട് ചോദിക്കും. ഷിസുൻ ചിരിച്ചിട്ട് പറയും, നീയും സാക്കുറയും ഒരുപാട് നാളായി ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെ ലെവല് അത് എതുവരെ എത്തിയെന്ന് എനിക്ക് അറിയാൻ സമയമായി. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിക്കുമെന്ന് പറയുമ്പോ കാക്കാഷി ആവട്ടെ കുട്ടപ്പനോടും സാക്കുറയോടും അല്പനേരം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവനിപ്പോ പുറത്തേക്ക് പോകും. അത് കണ്ട് അസിസ്റ്റന്റ് ചേച്ചി, അവനെന്താ പെട്ടെന്ന് ഓടിപ്പോയി കളഞ്ഞത്? അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോ അതിന് ഷിക്കമരു പറയും, എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അവൻ ആ ബുക്ക് വായിക്കാനായിരിക്കും ഓടിപ്പോയിരിക്കുക എന്നതാണ്. മാമൻ ചിരിച്ചിട്ട് പറയും, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആ ഒരു ബുക്ക് ഈ ഗ്രാമത്തിൽ ഇതുവരെ ആരും തന്നെ വായിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കാക്കാഷി ഇപ്പൊ തന്നെ അത് വായിക്കാൻ പോയിരിക്കാന്ന് ഷിക്കമരു പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ കിടന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കണ്ട് ഷിക്കമരു, നീ ആക്ച്വലി സാക്കുറയെ കാണാൻ വന്നതല്ലേ? നിങ്ങൾ രണ്ടുപേരും ഡേറ്റിങ്ങിനല്ലേ ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, ഞാൻ ആക്ച്വലി ചുനീൻ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അതിന് ഷിക്കമരു പറയും, ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അത് ഞാനാണ്. മാത്രമല്ല സാക്കുറ ഇപ്പൊ ഒരു ചുനീനാണ്. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പൻ ഷോക്കാവും. അവൻ വണ്ടറടിച്ച്, ഞാൻ കേട്ടത് ശരിയാണോ എന്ന് അവളോട് ചോദിക്കും. അവൾ ചിരിച്ചിട്ട് അതേന്ന് പറയുമ്പോ ഇവിടെ ഷിക്കമരു പറയും, ഞാനൊരു ചുനീനായി. കട്ട് ചെയ്താ ഇപ്പൊ സാൻഡ് വില്ലേജ് ആണ് കാണിക്കുക. അവിടെ ദൂരത്തായിട്ട് ആരോ ഒരാൾ നിൽക്കുന്ന കാണും. ആളുടെ അടുത്തേക്ക് ഇപ്പൊ മറ്റൊരാൾ വന്നിട്ട് പറയും, ലോർഡ് കസകക് അങ്ങയുടെ മീറ്റിംഗ് അത് റെഡിയാണ്. ആ ഒരു ലോഡ് അതാരാണെന്ന് നോക്കുമ്പോഴായിരിക്കും മറ്റാരുമല്ല, സാക്ഷാൽ ഗാറ. ഗാറ ഇപ്പോ സാൻഡ് വില്ലേജിന്റെ തന്നെ ഒക്കാകെയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടപ്പൻ, ഒരിക്കൽ തീർച്ചയായിട്ടും ഞാനും ഈ ലീഫ് വില്ലേജിന്റെ ഹൊക്കാകെയായി മാറും. കട്ട് ചെയ്ത കാക്കാഷി ആവട്ടെ ആ ഒരു ബുക്ക് അത് വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ അവിടേക്ക് മാമനും കൂടെ വന്ന് ആ ഒരു ബുക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാൻ തുടങ്ങും. മാത്രമല്ല അവര് രണ്ടുപേരും ഇപ്പൊ കുട്ടപ്പന്റെ വളർച്ച കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കുട്ടപ്പനെ പൊക്കി പറയാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത ഇപ്പൊ സാൻഡ് വില്ലേജില് ആ ഒരു വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇത്രയും കാലത്തെ പ്രവർത്തനം മാത്രമല്ല, ലീഫ് വില്ലേജിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ ചെയ്ത മിഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവരാവട്ടെ ആ ഒരു ചർച്ചയില് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങും. അപ്പൊ യൂറാന്ന് പേരുള്ള വേറൊരുത്തൻ അവൻ എഴുന്നേറ്റെന്ന് പറയും, ഇപ്പൊ ചുനീൻ എക്സാമിന്റെ സമയമാണ്. അതേ സമയം തന്നെ ഇപ്പൊ മറ്റൊരു റൂമർ കൂടെ ഉയർന്നു വന്നിരിക്കുകയാണ്. അതൊരു വലിയ സംഘടനയാണ്. അതിന്റെ പേരാണ് അക്കാഷ്കി. അത് കേട്ട് ഗാറ അവൻ കണ്ണു തുറപ്പിച്ച് നോക്കുമ്പോ ഇവിടെ മാമനും കാക്കാഷിയും ആവട്ടെ അതേ ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാക്കാഷി പറയും, അവര് പുറത്തേക്കിറങ്ങിയ അത് വലിയ അപകടമാണ്. ഇവിടെ യൂറോ പറയും, അവരെല്ലാവരും നിഞ്ച ക്രിമിനൽസ് ആണ്. മാത്രമല്ല അവരെല്ലാവരും ബിങ്കോ ബുക്കിലുള്ള എസ് റാങ്ക് ക്രിമിനൽസ് ആണ്. ആ ടീമിൽ തന്നെ ആദ്യത്തെ ആള് ഹിറ്റാച്ചി ഉച്ചിഹയാണ്. അവൻ അവന്റെ ഉച്ചിഹ ക്ലാൻ പോലും തകർത്ത് കളഞ്ഞ് സ്വന്തം പാരന്റ്സിനെ പോലും കൊന്ന വളരെ ക്രൂരനായിട്ടുള്ള ഒരു വലിയ ക്രിമിനലാണ്. അടുത്തതായിട്ട് ദ ബ്രഹ്മാണ്ഡ വില്ലൻ ഒറോച്ചിമാറു. ഇവിടെ കാക്കാഷി ചോദിക്കും,
ഈ ഒരു ഓർഗനൈസേഷൻ അവർക്ക് എന്താണ് വേണ്ടത്, എന്തിനു വേണ്ടിയാണ് അവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിറയമാമൻ പറയും, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷെ ഒന്നറിയാം, അവർക്ക് ആവശ്യം കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ ഒരു 9 ടൈൽ ഫോക്സിന്റെ ബ്രഹ്മാണ്ഡ പവറാണ്. എന്തായാലും വലിയൊരു അപകടമാണ് ഇപ്പൊ നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗ്രാമത്തിന് ടൈറ്റ് സെക്യൂരിറ്റി തന്നെ കൊടുക്കണമെന്ന് ഇവിടെ ജിറയമാമൻ പറയുമ്പോൾ അതേ സമയത്ത് യൂറോ പറയും, ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് ലെജൻഡറി സെനിയനായിട്ടുള്ള ജിറയയുടെ കയ്യിൽ നിന്നാണ്. അതനുസരിച്ച് ഇപ്പൊ ഗ്രാമത്തില് വമ്പൻ സെക്യൂരിറ്റിയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ആ ഒരു വില്ലന്മാരുടെ വസ്ത്രധാരണം പോലും വളരെ ഡിഫറെന്റ് ആണ്. കറുത്ത കോട്ടില് വയലറ്റ് കളറാണ് അവരുടെ ഡ്രസ്സിന്റെ നിറം പോലും. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ ഗാറയ്ക്ക് മാത്രം യാതൊരു കുലുക്കം ഉണ്ടാവില്ല. അവര് മീറ്റിംഗ് കഴിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോ യൂറോയുടെ അടുത്തേക്ക് ഇപ്പൊ മറ്റൊരാൾ വന്നു പറയും, നിന്റെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ വളരെ കറക്റ്റാണ്. നീ ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഗ്രാമത്തിന് അത് വലിയ വിപത്തായി തീർന്നേനെ. ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഞാനും ചില കാര്യങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ട്. അതിന് യൂറോ പറയും, ഈ ഒരു ഗ്രാമത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവൻ കൊടുത്തും ഞാനത് സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ അവൻ്റെ മുഖമൊക്കെ ഇരുണ്ടുകൂടി ഇപ്പം അവൻ അങ്ങനെ തന്നെ പൊട്ടിത്തെറിക്ക് പോലെ കാണപ്പെടും. ആക്ച്വലി അവനെ ഇപ്പം ആരോ കൺട്രോൾ ചെയ്യാണ്. കട്ട് ചെയ്ത അവർ മുൻപ് പറഞ്ഞ അതേ കറുത്ത കോട്ടിട്ട വയലറ്റ് പുള്ളികളുമായിട്ട് രണ്ടുപേര് ഇപ്പൊ ഗ്രാമത്തിലേക്ക് ചാടി വീഴും. ഇവിടെ യൂറോ പറയും, ഞാൻ ഇത്രയും കാലവും പേടിച്ചിരുന്ന ആ ഒരു സമയം അത് എത്തിയിരിക്കുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഒരു അക്കാസ്കി ഓർഗനൈസേഷനിലുള്ള അവർ രണ്ടുപേര് ഇപ്പൊ സംസാരിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു വരികയാണ്. അതിലൊരുത്തൻ പറയും, ആ ഒറോച്ചിമാറു അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് ലീക്കായത്. അവൻ പറയും, നീ ഈ സഞ്ചിയും തൂക്കിപ്പിടിച്ച് ഇതിപ്പോ എവിടേക്കാ പോകുന്നേ, ഇതിന്റെ ആവശ്യം എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ സഞ്ചിക്കാരൻ പറയും, എൻ്റെ പവർ അത് നിനക്കറിയില്ല. ഈ ഒരു സഞ്ചി വെച്ചുകൊണ്ട് എൻ്റെ കഴിവ് അത് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നു പറയുമ്പോൾ കട്ട് ചെയ്ത ഇവിടെ സാക്കുറയും കുട്ടപ്പനും ആവട്ടെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് രണ്ടുപേരും എപ്പോഴത്തേതും പോലെ ഇപ്പൊ കാക്കാഷിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത്ര നേരമായിട്ടും കാക്കാഷിയെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന അതേ സമയത്ത് കാക്കാഷി അവിടേക്ക് എത്തും. ഐ ആം സോറി, ആക്ച്വലി എനിക്കൊരു ക്ലയൻറ്റിനെ അത്യാവശ്യമായിട്ട് കൊണ്ടുവിടാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി പോയതെന്ന് പറയുമ്പോൾ കുട്ടപ്പനും സാക്കുറയ്ക്കും ഒരുപോലെ ദേഷ്യം വരും. കാരണം കാക്കാഷി എപ്പോഴും ഇതുപോലെ ഒരുപാട് കള്ളം പറയും. കാക്കാഷി ആവട്ടെ അവർ രണ്ടുപേരെയും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ എത്തുമ്പോൾ നമ്മുടെ കുട്ടപ്പന് അവൻ ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. ഇവിടെയാണ് സാക്കുറ സാസുകയെ അവസാനമായിട്ട് കണ്ടത്. ഒരുപാട് തവണ അവള് പോവരുത് എന്ന് പറഞ്ഞ് സാസുകയോട് കെഞ്ചും. പക്ഷെ അവനാവട്ടെ അവളുടെ കൈ തട്ടി മാറ്റി അവിടുന്ന് മുൻപോട്ട് പോകും. ഇവിടെ കുട്ടപ്പനും ഇപ്പൊ സാസുകയായിട്ട് ഫൈറ്റ് ചെയ്തത്, അവനുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതേ സമയത്ത് കുട്ടപ്പനാവട്ടെ ഒരു മണിയടി ശബ്ദം കേൾക്കും. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴായിരിക്കും കാക്കാഷി വീണ്ടും പണ്ടത്തെ പോലെ തന്നെ 2 ബെല്ലെടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കും. അതേ പഴയ ടാസ്ക് അത് തന്നെ നിങ്ങൾ ഇപ്പോഴും ചെയ്യണം. റൂൾസിന് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബെല്ലിന് വേണ്ടി എന്നെ കൊല്ലാം, പക്ഷേ എങ്ങനെയെങ്കിലും ഈ ബെല്ല് അത് നിങ്ങൾ കൈക്കലാക്കണം. അതിന് ഞാൻ നിങ്ങൾക്ക് നാളെ വരെ ഇപ്പൊ സമയം തരുന്നു പറയുമ്പോൾ കുട്ടപ്പനും സാക്കുറ ആവട്ടെ അവര് രണ്ടുപേരും ഇപ്പൊ ഗഹനമായിട്ട് ആലോചിച്ചിട്ട് ടാസ്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാൻഡ് വില്ലേജില് അവിടെ സെക്യൂരിറ്റി വളരെ ടൈറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നേരത്തെ കണ്ട ആ രണ്ടുപേര് ഇപ്പൊ ആ ഒരു ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. സെക്യൂരിറ്റീസ് പേടിച്ച് പറിച്ച് ഇപ്പൊ യൂറോയോട് കാര്യങ്ങൾ പറയും. യൂറോ ആവട്ടെ അവൻ കൂളായിട്ട് നിന്ന് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം തന്നെ ഇപ്പൊ തല്ലി കൊന്നുകളയും. എന്നിട്ട് ആ രണ്ടുപേരുടെ അടുത്തേക്ക് പോയി അവരെയും കൂട്ടി ഇപ്പൊ ഗ്രാമത്തിലേക്ക് വരും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത കാട്ടില് ഇപ്പൊ ജിറയ മാമൻ, ഹൊക്കാഗെ ആൻറ്റി, അസിസ്റ്റന്റ് ചേച്ചി അവരെല്ലാവരും സാക്കുറയുടെയും കുട്ടപ്പന്റെയും മിഷൻ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.